ക്രിസ്തുവിനെ ലോകത്തിന് ചൂണ്ടിക്കാണിക്കുന്നവരും അവനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നവരുമായി നാം മാറണമെന്ന ചിന്തയുമായാണ് ദനഹാകാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ച നമ്മുടെ മുൻപിലെത്തുന്നത്. സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാമത്തെ വായനയിൽ ഇസ്രയേൽ ജനത്തെ നയിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മോശ ദൈവത്തോട് പരാതിപ്പെടുന്നതായി നാം കാണുന്നുണ്ട്. ദൈവം നൽകിയ കൽപ്പനകൾ അനുസരിക്കാതെ ദൈവത്തോടും മോശയോടും മറുതലിച്ച് അസംതൃപ്തരായി കഴിയുന്ന ഇസ്രയേൽ ജനത്തെ നയിക്കുവാൻ സാധിക്കാതെ അത്രയേറെ വേദനയോടെ തന്നെ കൊന്നുകളയണമെന്നു പോലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മോശയെ വചനഭാഗം പരിചയപ്പെടുത്തുന്നുണ്ട്. അസംതൃപ്തരായ ഇസ്രയേൽ ജനത്തിന്റെ പ്രവൃത്തികൾ മൂലം അത്രമാത്രം വേദനയോടെയാണ് മോശ ദൈവസന്നിധിയിലെത്തുന്നത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഇസ്രയേൽ ജനത്തെ പോലെ അസംതൃപ്തരായി കഴിയുന്നവരാകാം നാമും. ദൈവം നൽകിയതിനേക്കാൾ ഉപരി നൽകാത്തതിനെപ്പറ്റി പരാതി പറഞ്ഞ് അസംതൃപ്തരായി നാം ജീവിക്കുമ്പോൾ ഇസ്രയേൽ ജനം മോശയുടെ ജീവിതം അസഹനീയമാക്കിയതുപോലെ നമ്മുടെ കൂടെയുള്ളവരുടെ ജീവിതവും നാം അസഹ്യമാക്കി മാറ്റാറുണ്ട്. മോശയ്ക്കുണ്ടായ അതേ അനുഭവമാണ് അസംതൃപ്തരായി കഴിയുന്ന നമ്മിൽ നിന്നും നമ്മുടെ കൂടെ വസിക്കുന്നവർക്കും ഒപ്പമുള്ളവർക്കും ഉണ്ടാവുക. അസംതൃപ്തരായ നമ്മുടെ ചില പെരുമാറ്റങ്ങളും പ്രവൃത്തികളുമെല്ലാം വലിയ മുറിപ്പെടുത്തലുകൾ ചുറ്റുമുള്ളവരിൽ സൃഷ്ടിക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ നാം മോശയെപ്പോലെയും ആയിത്തീരാറുണ്ട്. കുടുംബത്തിലെ അസമാധാനവും കടബാധ്യതകളും ജോലി മേഖലകളിലെ പ്രതിസന്ധിയും സമൂഹത്തിലെ അസ്വസ്ഥതകളുമൊക്കെ വീർപ്പുമുട്ടിക്കുമ്പോൾ മോശയെപ്പോലെ എല്ലാം ഉപേക്ഷിക്കുവാൻ, എല്ലാം അവസാനിപ്പിക്കുവാൻ, ബന്ധങ്ങൾ മുറിച്ചു കളയുവാൻ ചിലപ്പോൾ നാം ആഗ്രഹിച്ചെന്നു വരാം. എന്നാൽ വേദനയുടെയും ഒറ്റപ്പെടലിൻ്റെയും അസ്വസ്ഥതകളുടെയും അവസരങ്ങളിൽ നാം എന്ത് ചെയ്യണമെന്നും മോശ നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ അടുത്ത് ചെന്ന് നമ്മുടെ പരാതികളും പരിഭവങ്ങളും അസ്വസ്ഥതകളും ഭാരങ്ങളുമെല്ലാം ഇറക്കി വയ്ക്കുക എന്നതാണത്. മറ്റൊരിടത്തേക്കും ഓടാതെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അവയെ നേരിടുവാനും അതിജീവിക്കുവാനും ഭാരം വഹിക്കുവാനുമുള്ള അനുഗ്രഹവും കൃപയും ദൈവം നമുക്ക് നൽകും. യെശയ്യാ പ്രവചനത്തിൽ നിന്നുള്ള രണ്ടാമത്തെ വായനയിൽ ദൈവത്തെ വിസ്മരിച്ച് മറ്റു ദേവന്മാരുടെ പിന്നാലെ പോകുന്നവർക്ക് സംഭവിക്കുന്ന അപജയത്തെ പറ്റിയാണ് നാം കണ്ടുമുട്ടുന്നത്. തിന്മയുടെ പാതകൾ വെറുത്തുപേക്ഷിച്ച് തിരികെ വന്ന് ദൈവത്തോട് ചേർന്ന് നിന്നാൽ, അവിടുത്തെ വചനം ശ്രവിച്ച് ശ്രദ്ധയോടെ അനുസരിച്ച് ജീവിച്ചാൽ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നൽകുമെന്നും തീർച്ചയായും സംരക്ഷിക്കുമെന്നും യെശയ്യാ പ്രവചനത്തിലൂടെ ദൈവമായ കർത്താവ് ഉറപ്പു നൽകുകയാണ്. എബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിലൂടെ വചനം കേൾക്കുന്നവർ മാത്രമായി ചുരുങ്ങാതെ വചനം എൻ്റെ ജീവിതത്തിൽ മാറ്റത്തിന്, പരിവർത്തനത്തിന് കാരണമാകണമെന്ന് ഗ്രന്ഥകർത്താവ് നമ്മെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ക്രിസ്തുവിന് വഴിയൊരുക്കുവാനായി വന്ന യോഹന്നാൻ ലോകത്തിന് അവനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് വചനഭാഗത്തിലൂടെ. ഈശോ തന്റെ അടുത്തേക്ക് വരുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. തൻ്റെ ചുറ്റും കൂടിയിരുന്നവർക്ക് എത്ര മനോഹരമായിട്ടാണ് യോഹന്നാൻ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അനുദിന ജീവിതത്തിൽ അനേകരെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ അവസരം ലഭിക്കുന്നവരാണ് നമ്മെല്ലാവരും. ആ നിമിഷങ്ങളിൽ അവരുടെ നന്മകളും കഴിവുകളും ചേർത്ത് പറയുവാൻ നാം പരിശ്രമിക്കാറുണ്ടോ? മറ്റുള്ളവർ നമ്മെ പരിചയപ്പെടുത്തുമ്പോൾ നല്ലതു മാത്രം പറയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മിൽ ഏറിയ പങ്കും. എന്നാൽ അവരെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ പിശുക്ക് കാണിക്കാതെ ആത്മാർത്ഥതയോടെ, സന്തോഷത്തോടെ അവരുടെ നന്മകളും കഴിവുകളും ചേർത്ത് നാം പറയാറുണ്ടോ? അപരനിലെ നന്മ കണ്ടെത്തുന്നവർക്ക് മാത്രമേ അത് പറയുവാനും സാധിക്കൂ എന്ന് നമുക്ക് മറക്കാതിരിക്കാം. അതോടൊപ്പം അപരന്റെ കുറവുകളെപ്പറ്റി വാചാലരാവുന്നവരാണ് നമ്മിലേറിയ പങ്കും. കുറ്റവും കുറവുകളും കണ്ടെത്തുവാനും അവ പ്രചരിപ്പിക്കുവാനുമുള്ള മിടുക്ക് നമുക്കുള്ളതുപോലെ മറ്റാർക്കും ഒരിക്കലും കണ്ടെന്നും വരില്ല. സുവിശേഷത്തിലൂടെ യോഹന്നാൻ നമ്മോട് ആവശ്യപ്പെടുന്നതും കാണിച്ചു തരുന്നതും മറ്റുള്ളവരുടെ നന്മകൾ മാത്രം സംസാരിക്കുവാനാണ്.
കുറവുകളും പോരായ്മകളുമൊക്കെ ഉള്ളവരായ നമ്മെ ചുറ്റുമുള്ളവർ പരിഗണിക്കുന്നത് പോലെ, മനസ്സിലാക്കുന്നത് പോലെ, കൂടെയുള്ളവരുടെ ബലഹീനതയും പോരായ്മയും സംസാര വിഷയമാക്കാതിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അവരുടെ നന്മകൾ തിരിച്ചറിയുവാനും അവ പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം. രണ്ടാമതായി 31-ാം വാക്യത്തിൽ യോഹന്നാൻ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. യേശു ആരാണെന്ന് തനിക്ക് അറിയില്ല എന്നല്ല യോഹന്നാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, മറിച്ച് അവൻ എന്താണ് എന്ന് എനിക്കറിയില്ല എന്നാണ്. ഈശോ രക്ഷകനാണ്, മിശിഹായാണ് എന്നൊക്കെ യോഹന്നാൻ തിരിച്ചറിയുന്നത് തുടർന്നു വരുന്ന ജ്ഞാനസ്നാന വേളയിലാണ്. സ്നേഹമുള്ളവരെ, ഒറ്റ നോട്ടത്തിൽ പലരെയും വിലയിരുത്തുന്നവരാണ് നാം എല്ലാവരും. അവരുടെ വേഷവിധാനങ്ങളും സംസാരവും കുടുംബ സാഹചര്യങ്ങളുമെല്ലാം നമ്മുടെ വിലയിരുത്തലിന് കാരണമാകുന്നതുകൊണ്ട് പലപ്പോഴും അവഗണനയോടും ദേഷ്യത്തോടും പുച്ഛത്തോടുമൊക്കെ നാം അവരോട് സംസാരിക്കുകയും അകറ്റി നിർത്തുകയും ചെയ്യാറുണ്ട്. എന്നാൽ നമ്മുടെ വിലയിരുത്തലുകളും അനുമാനങ്ങളുമെല്ലാം തെറ്റായിരുന്നുവെന്ന് തിരിച്ചറിയുമ്പോൾ ഒരുപക്ഷെ നാം ഏറെ വേദനയോടെ മാത്രമേ അവയെ സ്വീകരിക്കാറുള്ളൂ. ആരും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്നും എല്ലാവരെയും ചേർത്ത് നിർത്തേണ്ടതാണെന്നും നമുക്ക് മനസ്സിലാക്കാം. മുൻവിധികളില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും ആരെയും അവഗണിക്കാതെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.